അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഈ സംഘടന കേരളത്തിൽ അറിയപ്പെടുന്നത് KNM എന്ന മൂന്നക്ഷരത്തിലാണ്. കെ മൗലവിയെ പോലെ KP പോലെയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർ നേതൃത്വം വഹിച്ചിരുന്ന ഒരു വലിയ പ്രസ്ഥാനമാണത്. ഈ പേര് അവർക്ക് യോജിച്ചതാണോ എന്നൊരു ഫാക്ട് ചെക്കിങ്, ഇവരുടെ ഒരു കളവ് പറയൽ, സംഘടന ഔദ്യോഗികമായി ഏറ്റെടുത്ത് നടത്തുന്ന പരിശുദ്ധമായ ചില നുണകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒരു നൂറ്റാണ്ട് കാലഘട്ടം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരുന്ന ആദർശത്തെ ഒന്നാകെ മാറ്റി പുതിയ ഒരു ആദർശമാക്കുവാൻ, ഇത്രയും കാലം പറഞ്ഞിരുന്ന വാദങ്ങളെ ശിർക്കാക്കി തീർത്തുകൊണ്ട് അവതരിപ്പിക്കാൻ, അതല്പം പണിപ്പെട്ടിച്ചാണെങ്കിലും ചെയ്തു കൊള്ളാം എന്ന് ഈ സംഘടനയിൽപ്പെട്ട ചില ആളുകൾ CD ടവറിൽ 5/6/11 ഒരു നിഗൂഢ മീറ്റിംഗ് കൂടി, രഹസ്യ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന് ശേഷമാണ് കളവുകൾ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത്. നമുക്ക് ആദ്യം ആ മീറ്റിങ്ങിലെ പ്രധാന തീരുമാനം ഒന്ന് കേൾക്കാം. ഇത് സൂക്ഷ്മമായിട്ട് ഞാൻ പറയട്ടെ, ഒരു ജിന്നിന്റെ കഴിവുപെട്ട ഒരു കാര്യം ജിന്ന് ചെയ്യുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി എന്നിട്ട് ആ കഴിവിൽപ്പെട്ട കാര്യം ജിന്ന് ചെയ്യാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാചകങ്ങൾ ഓരോന്നോരും എന്ത് നോക്കിയാൽ കുറച്ചൊക്കെ പോയി സൂക്ഷിക്കാൻ പറ്റുന്ന നിലയ്ക്ക് ഒരു എഴുതിയതിൽ കാണാം. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്തതിലേക്ക് നമ്മൾ പോകണ്ട. ഞാൻ ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, ഒരു ആനക്ക് കഴിവ്, ആന നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനന്റെ കഴിവിന്, മനുഷ്യന്റെ കഴിവിനല്ല. പക്ഷെ ഇന്നും ആന തമ്മിലുള്ള വ്യത്യാസം, ആന നമ്മൾ കാണും, മരത്തടിക്ക് ആന പറ്റും, അതുകൊണ്ട് ആന ഉപയോഗിച്ചിട്ട് നമ്മൾ മരം വലിക്കുന്നുണ്ട്. ജിന്നിനെ നമ്മൾ കാണൂല, കാണാത്ത ഈ സാധനത്തിന്റെ കഴിവ് പറഞ്ഞുകൊണ്ട് ആ കഴിവിൽ പറ്റുന്ന സാഹചര്യം ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. എന്നാലും അതിനപ്പുറം ഈ സഹായം ചോദിക്കലിൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. ഒരു അതിനപ്പുറം ഈ സഹായം ചോദിക്കലിൽ തൊട്ട് ചെന്നെത്തിക്കുന്നത് അവസാനം ശ്രദ്ധിക്കാം. ഒരു നമസ്കാരായ ഒരാൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വെക്കുമ്പോ ആ വാചകത്തിൽ നമുക്ക് പിടിച്ച് ശരിക്കാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. അപ്പോൾ കുറച്ച് പ്രയാസമുണ്ടാകും. ആ പ്രയാസപ്പെട്ടിച്ചാണെങ്കിലും നമുക്ക് ഇത്രയും കാലം പറഞ്ഞത് ശിർക്കാക്കിയേക്കാം. അഥവാ ജിന്നും മലക്കുമൊക്കെ അബൗദികമാണ്, അവരോട് ഏത് രൂപത്തിലുള്ള ചോദ്യവും ശിർക്കാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ ഇത്രയും കാലം മർക്കസ് ദാവക്കാർക്ക് മറുപടി കൊടുത്ത ആ മറുപടികളൊക്കെ നമുക്ക് പൂഴ്ത്തി വെച്ച കളയാം. ഇനി നമുക്ക് പുതിയൊരു നറേഷൻ സമൂഹത്തിൽ കൊണ്ടുവരാം. ഇവിടെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ നമ്മൾ പുറത്താക്കുകയാണ് എന്നിങ്ങനെയുള്ള ചർച്ചകൾ കൊണ്ടുവരാമെന്ന് ആ രഹസ്യ മീറ്റിങ്ങിൽ തീരുമാനിക്കുകയാണ്. അവിടെ മുതൽ ഒരു കളവിൻ്റെ ഘോഷയാത്ര തുടങ്ങുകയാണ്. ഒരു പ്രസ്ഥാനത്തിലെ, ഒരു കൂട്ടായ്മയിലെ ഒരു ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് നേരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് പലതരത്തിലുള്ള കളവുകൾ പിന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ മീറ്റിങ്ങിന് ശേഷം ഹംദും സലാത്തും ചൊല്ലിയിട്ട് കളവ് പറയാൻ നേതൃത്വം കൊടുക്കുന്നത് കൂട്ടായ്മയുടെ സംസ്ഥാന അധ്യക്ഷൻ TP അബ്ദുള്ള കോയ മദനി തന്നെയാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ നോക്കൂ. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ, പാടില്ലേ? അവസാനിപ്പിക്കണം നമ്മൾ ഇവിടെ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്ന ചർച്ച ഇതൊരു വട്ടമല്ല, അദ്ദേഹം വീണ്ടും ആവർത്തിക്കുക. നിങ്ങൾ നോക്കൂ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നു. നഊദുബില്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കും. എങ്ങനെ കടന്നു വന്നു? നഊദുബില്ലാ, എങ്ങനെ ഈ കളവ് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നു? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇതിവിടെ മാത്രം അവസാനിച്ചിട്ടില്ല. ഈ ബഹുമാന്യനായ പ്രസിഡന്റ് അദ്ദേഹം വീണ്ടും കളവ് പറയുന്നത് അള്ളാഹുവിൻ്റെ കഴിവ് ശൈത്താനുണ്ട് എന്ന് ചില ആളുകളോട് വാദിക്കുന്നുവെന്നാണ്. വാദങ്ങൾ പോയി പ്രവാചകന്മാരുടെ മത്സ്യത്തിനെ അടക്കം എന്തെല്ലാമോ ആയി ചിത്രീകരിക്കുന്നു. അള്ളാഹ്ക്കുള്ള കഴിവ് പോലെ തന്നെ ശൈത്താനും കഴിവുണ്ട് എന്ന ഒരവസ്ഥയിലേക്ക് വരെ വ്യാഖ്യാനങ്ങൾ എത്തി നിൽക്കുകയും. ബഹുമാനായ പ്രസിഡന്റിനോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരാണ് കൊണ്ടുവന്നത്? കളവ് പറയുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനമെങ്കിലും ഒന്ന് നോക്കണ്ടേ? അതുകൊണ്ട് ഈ നട്ടാരി മുളക്കാത്ത കളവ് നിങ്ങൾ ഉദ്ഘാടനം കഴിച്ചപ്പോൾ പിന്നെ നിങ്ങളുടെ കൂട്ടായ്മയിലെ ആളുകൾ മുഴുവൻ ഏറ്റു പറയാൻ തുടങ്ങി. ഇപ്പോൾ നിലവിൽ KJUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്ന ബഹുമാനായ ഹനീഫ് കായക്കൊടി അദ്ദേഹം പറയുന്നത് ഇവിടെ ശിർക്കും കൊണ്ടുവന്നു, വസീല ശിർക്കും കൊണ്ടുവന്നു. ഈ കൂട്ടത്തിൽ ചില ആളുകളുടെ പ്രവർത്തന നിമിത്തത്താൽ പാവപ്പെട്ടവരെ വസീലത്ത് ശിർക്കിലേക്ക് എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഇവിടെ കുറച്ച് ആൾക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നു. നോക്കൂ നിങ്ങൾ. ഏറ്റവും ചുരുങ്ങിയത് ഈ തൗഹീദ് അംഗീകരിച്ച സമൂഹത്തിൽ ജീവിക്കുകയും ഈ തൗഹീദിന് വേണ്ടി ത്യാഗം സഹിച്ച പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട്
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം മനസ്സിലാക്കി തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്ത പാവപ്പെട്ട മുജാഹിദുകളെ വസീലത്തുൻ ഇല ശിർക്കിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ആരും ഏറ്റെടുക്കലോ ബഹുമാനപ്പെട്ട കായക്കുടി. നിങ്ങൾ ഈ കളവ് പറഞ്ഞതിൻ്റെ പാപഭാരം നിങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതിവിടെ മാത്രം നിൽക്കുന്നല്ല. ഇനി ഇൻഷാ അല്ലാഹ് ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ മൊത്തം പറഞ്ഞ കളവുകളുടെ ചില സാമ്പിളുകൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഈ സംസാരത്തിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് KV അബ്ദുൽ ലത്തീഫ് മൗലവി. റമദാൻ മാസം കണ്ണൂർ ജില്ലയിൽ നടന്നൊരു പള്ളിയിലെ റമദാൻ മാസം നടന്നൊരു ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നത്, ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിയാൽ ജിന്നിനെ വിളിച്ച് ദ്വാരക്കാൻ ചില ആളുകളോട് പറയുന്നുവെന്നാണ്. എത്ര ഗുരുതരമായ വാദം റമദാൻ മാസം പള്ളിയിൽ വെച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങൾ ഇപ്പൊ നമ്മൾ പോയി പറയണെന്ന് ജിന്നിനോട് ഒഴിഞ്ഞ സ്ഥലത്ത് ദ്വാരക്കാൻ ആര് പറഞ്ഞു? അതാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഒഴിഞ്ഞ സ്ഥലത്ത് ജിന്നിനോട് ദ്വാർക്കാം. ഇബാറ എന്ന് പറയുന്ന ദുആ, അത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് തേടാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടല്ല മൗലവി. നിങ്ങൾ പറഞ്ഞത് പച്ചക്കളവാണ്. ഇനി വേറെ ഒരാൾ നമ്മൾ സമൂഹത്തിൽ വളരെ ആദരവോടുകൂടി കണ്ടിരുന്ന, അമുസ്ലിങ്ങൾക്ക് മുമ്പിൽ ഇസ്ലാമിനെ കൃത്യമായി പരിചയപ്പെടുത്തി കൊടുത്തിരുന്ന, വലിയ സ്നേഹസംഭാരങ്ങൾ നടത്തിയിരുന്ന ബഹുമാനായ MM അക്ബർ സാഹിബ്. ജിന്നുകൾ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് എന്നതുകൊണ്ടും ജിന്നുകൾ എവിടെയും ഉണ്ടാകാം എന്നതുകൊണ്ടും ജിന്നുകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാം എന്നതുകൊണ്ടും അവരെ വിളിച്ചാൽ അത് അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ വാദിച്ചപ്പോൾ തനിക്ക് സമൂഹത്തിലുള്ള ഒരു ക്രെഡിബിലിറ്റി വെച്ചുകൊണ്ട് ഒരു പച്ചക്കളവ് ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും എന്നൊരു തെറ്റിദ്ധാരണയാണ് ഈ ആളുകൾക്കൊക്കെ ഉള്ളത്. ഇപ്പോൾ ചില ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ പരലോകം പ്രസംഗിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് കളവ് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കുമെന്ന് വിചാരിച്ചടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ ചില ഞാഞ്ഞൂലൊക്കെ തലമുക്കി തുടങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അക്ബർക്ക് ആയിപ്പോകരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമുക്ക് മറ്റൊരാളിലേക്ക് വരാം. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ഈ ചില ടീമിലേക്ക് പുറത്ത് നിന്ന് വായ്പാടിസ്ഥാനത്ത് ചില കളിക്കാരെ കൊണ്ടുവരും. എന്താണെന്ന് വെച്ചാൽ നല്ല പുറത്ത് മറ്റു ടീമിൽ കളിക്കുന്ന കളിക്കാരനെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവന്നാൽ ഇയാൾ കളി ഉഷാറാക്കിയിട്ട് ടീമിനെ ജയിപ്പിക്കുന്നതാണ് അവരുടെ ഒരു ലക്ഷ്യം. ആ രൂപത്തിൽ മർക്കസ് ദഅവയുടെ വായ്പാടിസ്ഥാനത്തിൽ കാനമിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന ആളായിരുന്നു നാസർ സുല്ലമി. അദ്ദേഹം ഇവിടെ വന്നിട്ട് മെയിൻ പണി എന്തായിരുന്നു വെച്ചാൽ ഈ ആരോപണം ശക്തമായിട്ട് സമൂഹത്തിന് മുമ്പിലേക്ക് അടിച്ചേൽപ്പിക്കൽ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണം നമുക്ക് കേട്ടു നോക്കാം. ഇന്ന് നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ജിന്നിനോട് സഹായം ചോദിച്ചാൽ, ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാവുകയില്ല എന്ന് വാദിക്കുന്നവർ, അത്തരം പ്രചരണങ്ങൾ നടത്തുന്നവർ, അവർക്ക് മക്കയിലെ മുശ്രിക്കുകളുടെ വിചാരം എന്തായിരുന്നോ അതേ വിചാരം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി യാതൊന്നുമില്ല. ഇദ്ദേഹത്തിന് ആളുകളെ മുമ്പിൽ കളവ് പറയുക എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. മൂപ്പര് പറഞ്ഞ കളവുകൾ മാത്രം കൊടിയിരിക്കുക എന്നാൽ കുറേ പറയാനുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ ക്ലിപ്പിൽ മാത്രം നിലർച്ചയാണ് ഇത് അദ്ദേഹത്തിൻ്റെ വേറൊരു കളവ്. ഇനി മറ്റൊരു വ്യക്തിയിലേക്ക് നമുക്ക് വരാം. നിഅമത്തുള്ള ഫാറൂഖി. അദ്ദേഹം ഒരു കാലത്ത് ഈ 2013 കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ആളുകൾക്കിടയിലേക്ക് ഈ വിഷയം നല്ല രൂപത്തിൽ കളവ് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു. കുറച്ചുകൂടി അതിരുവിട്ട രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. സമസ്തക്കാർ കുടുങ്ങിയാൽ മൊഹീദ്ദീൻ ഷേഖിനെ വിളിക്കുന്നത് പോലെ കുടുങ്ങിയാൽ അള്ളാഹുവിനെ വിട്ട് ജിന്നിനെ വിളിക്കുന്ന അവസ്ഥ മുജാഹിദ് പ്രസാദിച്ച ചില ആളുകൾക്ക് ഉണ്ടായി എന്ന നട്ടാൽ മുളക്കാത്ത പച്ച നുണ പറയുന്നത് കേട്ടു നോക്കൂ. എല്ലാവരും കുടുങ്ങുമ്പോഴാണ് നമ്മൾ അള്ളാനെ വിളിക്കല്. ഇത് കുടുങ്ങിയ അള്ളാനെ വിട്ട് പിന്നെ വിളി ജിന്നിനാ. ചില്ലറ വഴികേടല്ലത്, ചില്ലറ ആദർശ വ്യതിയാനല്ല. അതെ, ചില്ലറ വഴികേടോ ചില്ലറ ആദർശ വ്യതിയാനമോ ചില്ലറ കളവൊന്നല്ല അത്. നിങ്ങൾക്കിത് പറയാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ചോദിക്കേണ്ടത്. ഇത് ഇവിടെ മാത്രം നിർത്തുകയല്ല. ഇദ്ദേഹം വീണ്ടും പറയുന്നത് അള്ളാഹുവിന് പുറമെ ജിന്ന് മലക്ക് പോലവരൊക്കെ തേടിയാൽ അത് ശിർക്ക് എന്ന് പറയാൻ കഴിയില്ല എന്ന് വരെ ഇവിടെ ചില ആളുകൾ വാദിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധിക്കൂല, പിന്നല്ലേ നിങ്ങളെ സഹായിക്കല്? ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നമ്മളെ ഇന്ന് ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ മലക്കുകളോടും ജിന്നിനോടും തേടിയാൽ അതിന് ശിർക്ക് എന്ന് പറയാൻ പറ്റൂല. എവിടേക്കായി പോകുന്നത്? നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു തിരിച്ചുപോക്കോ? അങ്ങനെ ഒരു തിരിച്ചുപോക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. യഥാർത്ഥ മുജാഹിദുകൾക്ക് ഉണ്ടായിട്ടില്ല. തിരിച്ചുപോക്ക് ഉണ്ടായിട്ടുണ്ട്. 2002 മുതൽ 2010 വരെ
ഇവിടെ മർക്കസുദ്ദഅവ വാരിച്ചിരുന്ന വാദത്തിലേക്ക് 2012 ഒരു തിരിച്ചുപോക്ക്, ഒരു യൂട്ടേൺ ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചുപോക്ക് ആളുകൾക്ക് മുമ്പിൽ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഖുറാഫിസത്തിലേക്ക് തിരിച്ചുപോയി എന്ന രൂപത്തിൽ ചില ആളുകൾക്കെതിരെ കളവ് പറഞ്ഞാൽ അത് ആളുകൾ വിശ്വസിക്കും എന്നൊരു ധാരണയിലാണ് ഇവർ ചെയ്തത്. ഇനി മറ്റൊരു വ്യക്തി, അബ്ദുറഹ്മാൻ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞതിൽ കുറച്ചുകൂടി കടുത്തൊരു വാദം. റബ്ബിനെ വിളിക്കാൻ വേണ്ടി പഠിപ്പിച്ച സമൂഹത്തിലേക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു നോക്കിയാൽ എന്താ കുഴപ്പം എന്ന് ആളുകളോട് ചോദിക്കുന്ന രൂപത്തിലേക്ക് ചില ആളുകൾ വന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. സർവശക്തനായ അള്ളാഹു മതി എല്ലാ സന്ദർഭത്തിനും. അത് ജനമുള്ളോടത്തും ഇല്ലാത്തോടത്തും ആ പഠിച്ചോൻ പോരെ മതി. അത് പഠിപ്പിച്ച പ്രസ്ഥാന. അങ്ങനെ ഒരു കൗമിനെ വളർത്തിക്കൊണ്ടുവന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള മതിപ്പുണ്ടാക്കി റബ്ബിനോട് പ്രാർത്ഥിക്കാന്ന് വന്ന് അങ്ങനെ ഒരു സമൂഹം വളർന്നപ്പോ അല്ലാത്തവരൊന്ന് വിളിച്ചോക്കിയാൽ എന്താ? എന്നിട്ട് ചൂണ്ടലിടാൻ ഓലെ കൊണ്ടുപോവുക. ഒന്നിങ്ങനെ കളവ് പറഞ്ഞു നോക്കിയാൽ എന്താ? സാധാരണക്കാരൊക്കെ വിശ്വസിക്കുമല്ലോ. ആ രൂപത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണ്ട. ഇവിടെ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ലക്കോട്ട് ഒട്ടിക്കാനുള്ള ബുദ്ധിയുള്ള ആൾക്കാരാണ് എന്നുള്ളത് മറന്നുപോയതാണ് ഇവരുടെ പ്രശ്നം. ഇനി മറ്റൊരു നേതാവിലേക്ക് വരാം. ഇപ്പോഴത്തെ അവരുടെ യുവ ഘടകത്തിൻ്റെ സംസ്ഥാന നേതാവ്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ 2012 മുതൽ പല ആളുകളെയും ഫോണ് വിളിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുകയും സംഘടനക്കുള്ളിൽ പ്രശ്നമുണ്ടാക്കാനും പല ആളുകളെയും സൈഡാക്കാനും ഒക്കെ നന്നായി ചരടുവലി നടത്തിയ യഥാർത്ഥ പ്രവർത്തനങ്ങൾ, മോശം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യൻ TP അബ്ദുള്ള കോയ മദനി എന്ന സംസ്ഥാന പ്രസിഡന്റ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റൊരു കളവ് നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെ, വിശ്രം സംഘടനയ്ക്കെതിരെ ഈ അടുത്ത പറഞ്ഞൊരു കളവ് നിങ്ങൾ കേട്ടു നോക്കൂ. KP മുഹമ്മദ് മൗലവി കെട്ടിപ്പടുത്ത മഹത്തായ ഒരു പ്രസ്ഥാനത്തിനകത്തേക്ക് ഷിർക്കിന്റെ നാമ്പുകൾ എത്തി നോക്കുക. നമുക്കത് സങ്കല്പിക്കാൻ കഴിയില്ല. ഷിർക്കിൽ അകപ്പെട്ടവന് ഇത് ഷിർക്കാണ് എന്ന് ബോധ്യപ്പെടാത്ത, ഷിർക്കിന്റെ വഴിയിലൂടെ നടന്നു പോകുന്നവന് ഞാൻ ഷിർക്കിന്റെ പാതാളത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, ചെയ്യുന്ന പ്രവർത്തനത്തിന് ദുർബലമായ ഹദീസ് ഉണ്ടെങ്കിൽ അത് മതി എനിക്കിത് അഖീദയാക്കി സ്വീകരിക്കാൻ എന്ന് കരുതുന്ന പാവപ്പെട്ട മനുഷ്യരായി ഒരു പറ്റം ആളുകൾ ഇങ്ങനെ പറന്നു നടക്കുന്ന ഒരു പരിസരം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കളവ് പറഞ്ഞിട്ട് സമൂഹത്തിൽ പാറി നടക്കുകയാണ് ഇവര്. എല്ലാ സ്ഥലത്തും കളവ് പറഞ്ഞുകൊണ്ട് പല ഭാഗത്ത് നിന്ന് കളവ് പറഞ്ഞ് പാറി പറന്ന് നടക്കുന്ന ആളുകളാണ് നമ്മൾക്കില്ലാത്തൊരു വാർ നമ്മുടെ മുകളിലേക്ക് ചാർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി നമുക്ക് KJUവിന്റെ സെക്രട്ടറിയിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം ആദ്യകാലത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞിട്ട് സമൂഹം ഇത് വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വന്തത്തോട് തന്നെ ഒരു മതിപ്പ് നഷ്ടപ്പെട്ട് എന്ത് പറയണമെന്നറിയാതെ ആകെ വിറങ്ങലിച്ചിരിക്കുന്ന ഒരവസ്ഥയിലുള്ളത്. അങ്ങനെ എല്ലാവർക്കും നേരെയും കളവ് ആരോപിച്ചിറക്കുന്ന ഒരവസ്ഥയിൽ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയും NV സാലിം കെയും റാഷിദ് ഖലീലും ഒക്കെ നൽകിയ ഒരു പ്രബന്ധത്തിൽ തെറ്റായ ഫത്വ നൽകിയിട്ട് ആളുകൾക്ക് മോശം പ്രചരിപ്പിച്ചു, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഒരു കളവ് അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ കേട്ടുനോക്കൂ. ഈ പ്രബന്ധം ഉണ്ടാവും പരലോകത്ത്, ഇത് എഴുതിയ ആളുകൾ ഉണ്ടാവും പരലോകത്ത്. NV മുഹമ്മദ് സാലിമിനെയും അബ്ദുൽ ജബ്ബാർ മദീനിയെയും റാഷിദ് ഖലീലിനെയും മുന്നിൽ നിർത്തി ഞങ്ങൾ പറയും, റബ്ബേ, ഈ തൗഹീദി പ്രബോധക സംഘത്തെ തകർക്കാൻ വേണ്ടി ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങി അവരെഴുതിയ പ്രബന്ധത്തിൽ അനുവദനീയമാണ് എന്ന് തെറ്റായി വന്ന ഒരു ഫത്വ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർക്ക് അനുവദനീയമാണെന്നാണ് വാദം. ആ പരലോകത്തേക്ക് എല്ലാവരും ഹനീഫ മൗലവി, നിങ്ങൾ പറഞ്ഞ കളവ്, നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവ് അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുകയും അതിന് ഉത്തരം പറയേണ്ടി വരികയും ചെയ്യുമെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി മറ്റൊന്ന്, ഇദ്ദേഹം വീണ്ടും പറയുന്നത് ദുർബല ഹദീസിന്റെ പേരിൽ സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കി ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകർ എന്നദ്ദേഹം പറഞ്ഞു കേട്ടു നോക്കൂ. ഇസ്ലാം വിഭാഗത്തിന് അവകാശപ്പെടാൻ കഴിയുന്ന മറ്റൊന്ന് ദുർബലമായ ഹദീസിനെ പ്രമാണമായി സ്വീകരിച്ച് ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി എന്നതാണ്. ദുർബലമായ ഹദീസുകൾ എടുത്തു ധരിച്ചുകൊണ്ട് ഇവിടെ ഛിദ്രത ഉണ്ടാക്കി എന്നതാണ് ഇവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പ്രബന്ധത്തിനെതിരെ കളവ് പറഞ്ഞു, പിന്നെ ദുർബല ഹദീസിൽ കൊണ്ട് ഛിദ്രത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് മറ്റൊരു കളവ് പറഞ്ഞു. ഇനി അധികം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജിന്ന് 6-ാമത്തെ വചനത്തിൽ മുഫസ്സിറുകളുടെ പേരിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കില്ലാത്ത വാരം നമ്മുടെ മേൽ അടിച്ച് അമർത്താനും വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടു നോക്കൂ. ജിന്നിലെ 6-ാമത്തെ ആയത്തെടുക്കുക, അതൊന്ന് ഓതി നോക്കുക. അതിലുള്ളത് ജിന്നിനോടുള്ള സഹായമാണ്. ജിന്നിനോടാണ് കാവൽ തേടുന്നത്. അത് ശിർക്കാണ് എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു മുഫസ്സിർ ഉണ്ടെങ്കിൽ ആ ജിന്നിനോടുള്ള സഹായതം അത് ശിർക്കല്ല. ജിന്നിനോട് നടത്തിയ ഇസ്തിഹാനത്ത്, ജിന്നിനോട് നടത്തിയ ഇസ്തിഹാദത്ത്, ജിന്നെ രക്ഷിക്കണേ എന്നീ ആളുകൾ പറഞ്ഞത്, ജിന്നെ കാക്കണേ എന്നിവർ പറഞ്ഞത് അവിടെയുള്ള ജിന്നുകളോടാണ്, കേട്ട ജിന്നുകളോടാണ്. അതുകൊണ്ട് തന്നെ അത് വസീലത്ത് ശിർക്കാണ്, അത് ഹറാമാണ് എന്ന് ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് തെളിയിച്ചാൽ ഇനിയുണ്ടോ? നമ്മൾ കാണുന്നില്ലേ? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണുന്നില്ലേ? ഇദ്ദേഹം സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ, ഇദ്ദേഹത്തിന്റെ അണികൾ എന്താണ് വിചാരിക്കുക? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വസീലത്ത് ശിർക്കാണ് എന്ന് പറയുന്നുണ്ട് എന്ന്
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകർ പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും. അതുകൊണ്ട് ഈ വാദം അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ല എന്ന് ഏതെങ്കിലും ഹദീസ് ഏതെങ്കിലും ഒരു തഫ്സീർ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് വെല്ലുവിളിക്കുന്നത് എന്തു വലിയ അല്പത്തരമാണ് ഹനീഫ മൗലവി. നമുക്കില്ലാത്തൊരു വാർ നമ്മുടെ മേൽ കെട്ടിച്ചമച്ചിട്ട് അതിന് മറുപടി പറയാൻ ആ രൂപത്തിൽ പണ്ഡിതന്മാർ ആരെങ്കിലും സമർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് LKG ക്ലാസ്സിലെ കുട്ടികളുടെ നിലവാര തകർച്ചയാണ് എന്നാണ് സെക്രട്ടറിയോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി യുവജന ഘടകത്തിന്റെ മറ്റൊരു നേതാവിന്റെ ഒരു വലിയൊരു കളവിലേക്ക് നമുക്ക് നോക്കാം. ചെറിയ കുട്ടികൾ വരെ ഇപ്പോ ജിന്നിന് അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, സഹായം തേടുന്നതിന് കുഴപ്പമില്ല, അത് ശിർക്കാവൂല എന്നുള്ള വാദവും പ്രചാരണമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമ കൊടുക്കുമാറാകട്ടെ. KNM സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ മുജാഹിദ് വസന്ത് ചില ആളുകൾ ജിന്നിനോട് വിളിച്ച് പാച്ചാൽ ശിർക്കൊന്നല്ല എന്ന് കുറച്ച് ആൾക്കാരിങ്ങനെ പറഞ്ഞു നടക്കുന്നു എന്ന് ആ പാവ മനുഷ്യന് മുമ്പിൽ പോയിരുന്നിട്ട് പച്ചക്കളവ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധ്യമാകുന്നത്? നിങ്ങളുടെ ഈ ഒരു തൊലിക്കട്ടി വളരെ അപാരം തന്നെ എന്ന് തന്നെ പറയാനുള്ളത്. ഇനി വേറൊന്ന്, നമുക്കില്ലാത്ത കുറേ വാദങ്ങൾ ഇവർ കളവായി പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അവസാനം ക്ലൈമാക്സ്, അവസാനം എന്നോണം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ കളവ് നമുക്ക് കേൾക്കാം. ഈ വ്യക്തിയുടെ കളവ് ഞാൻ ഒറ്റൊന്ന് മാത്രമാണ് സാമ്പിളിൽ കാണിക്കുന്നത്. കാരണം ഇദ്ദേഹം ആകെ മൈക്കിന് മുമ്പിൽ വരാറുള്ളത് കളവ് പറയാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് ഇദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇല്ലാത്ത ഒരു വാദം നമ്മുടെ മേൽ കെട്ടിച്ചമച്ചുകൊണ്ട് പറയുന്ന അതിഗുരുതരമായ കളവ് നിങ്ങളൊന്ന് കേട്ടു നോക്കും. അപ്പോൾ വിസ്ഡംകാരൻ പറയാതെ പറയുന്നൊരു വാദമുണ്ട്, ഒരു സാഹിർ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്നാരാണ് അനസ് മൗലവി പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ 2013 മുതൽ പറഞ്ഞു തുടങ്ങിയ ഒരുപാട് കളവുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കളവുകൾ മാത്രം വീഡിയോ ചെയ്യുകയാണ് എങ്കിൽ 24 മണിക്കൂർ ഇട്ടാലും തീരാത്തത്ര കളവുകളുണ്ട്. അതുകൊണ്ട് സാമ്പിളിലൊന്ന് മാത്രം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഈ രൂപത്തിൽ കളവുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തിനെതിരെ ശിർക്ക് ആരോപിക്കാൻ വ്യത്യസ്ത തരത്തിൽ നട്ടാലും മുളക്കാത്ത കളവുകൾ പ്രചരിപ്പിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 2013 തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഈ ആരോപണം ഉന്നയിച്ചിരുന്ന മർക്കസ് ദഅവ വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ മുജാഹിദ് വസന്തത്തിലുള്ള ഇത്തരം ചർച്ചകൾ നടന്നിരുന്ന അതിന് മറുപടി കൊടുത്തിരുന്ന സന്ദർഭത്തിൽ കേരള ജമിയത്തുൽ ഉലമ ജിന്ന് പിശാച് റുഖിയ ശറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്നൊരു പുസ്തകം തന്നെ ഇറക്കിയിട്ട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ 19ാമത്തെ പേജിൽ കൃത്യമായി കൊണ്ട് അവർ പറയുകയുണ്ടായി, ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. ഇത് വെറും ആരോപണം മാത്രമാണ് എന്ന് കേരള ജമിയത്തുൽ ഉലമ പുസ്തകം എഴുതിക്കൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പേജിൽ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീമെന്ന്, ഇത് വമ്പിച്ച ആരോപണം മാത്രമാണ് എന്ന് മറ്റൊരു പേജിൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇത്ര ക്ലിയർ കട്ടായിക്കൊണ്ട് ആരോപണമാണ് എന്ന് പറഞ്ഞ ആ വിഷയം, ആ ആരോപണം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആളുകൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കാൻ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധ്യമാകുന്നു? മുജാഹിദ് പ്രസ്ഥാനത്തിന് എതിരെ അല്ലെങ്കിൽ ഈ കൂട്ടായ്മക്കെതിരെ പ്രസ്ഥാനത്തിനുള്ളിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആളുകൾ ഒരു വിഭാഗമുണ്ട് എന്ന് സത്യധാരക്ക് പോയി ഇന്റർവ്യൂ കൊടുത്ത പ്രസിഡന്റിന്റെ വർത്തമാനങ്ങൾ നമ്മൾക്ക് അറിയാത്തത് കൊണ്ടല്ല. ഇങ്ങനെ ഒരുപാട് ബാക്ക് ഫയറുകൾ കാണിക്കുവാനുണ്ട്. പ്രിയപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരും പെരുമയും പറഞ്ഞു നടക്കുന്ന KGUവിന്റെ CD ടവർ വിഭാഗത്തിന്റെ പണ്ഡിതന്മാരോട് പറയാനുള്ളത് പരലോകം എന്ന് നിങ്ങൾ ഓർക്കണമെന്നാണ്. അവിടെ പരലോകത്ത് കുല്ലുഹും മാറ്റിഹിം യൗമൽ ഖിയാമത്തി ഫർദൻ, നമ്മളെല്ലാം ഒറ്റക്ക് വരുന്ന ഒരു സമയം പരലോകത്ത് വരാറുണ്ട്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, നിങ്ങൾ ഇന്ന് നേടുന്ന, നിങ്ങളെ ഇന്ന് സഹായിക്കുന്ന സമ്പത്തോ പേരോ അല്ലെങ്കിൽ പ്രസ്ഥാനമോ ആളുകളോ ഒന്നും നിങ്ങൾക്ക് ഉപകരിക്കാത്ത ഒരു ദിവസം കടന്നു വരാനുണ്ട്. ആ ദിവസത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തിൽ ഈ കളവ് പറയുന്നത് നിർത്തണം. സമൂഹത്തിന് മുമ്പിൽ സത്യം പറയാൻ നിങ്ങൾ സന്നദ്ധമാകണം. ചെയ്ത കളവുകൾ ഏറ്റുപറഞ്ഞ് മാപ്പ് പറയണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.